ഈ സോസ് സോസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല കട്ടിയുണ്ട്. ഞാൻ എന്താ ഇതിനകത്തേക്ക് ഇടുമ്പോൾ നമുക്കറിയാം നല്ല കട്ടിയുള്ള ഇതുണ്ടോ, നല്ല കറുത്ത നിറത്തിലാണ് ഈ സോസിൻ്റെ കളർ. സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി അടുപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ സോസ് ആണ് ഇതിൻ്റെ അകത്ത് എരി നൽകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നൽകുന്നത് എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഈ സോസ് കംപ്ലീറ്റ് ഞാൻ ഒഴിക്കാം. ഈ സോസിനൊരു സ്മെല്ലുണ്ട്, അതൊരു സോയാ സോസിൻ്റെ ഒക്കെ സ്മെല്ലാണ്. അത് സാധാരണ രീതിയിൽ ഈ കൊറിയക്കാർ അതല്ലെങ്കിൽ ചൈനീസുകാർ അവരൊക്കെ കൂടുതലും സോയാ സോസൊക്കെ ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെയും നല്ലൊരു മണമെന്ന് ഈ സോയാ സോസ് തന്നെയാണ്. പക്ഷേ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിനകത്ത് ഉറപ്പായിട്ടും കാണും. എന്താണെങ്കിലും നമുക്ക് ഇത്രയും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. കെറ്റിലിൻ്റെ അകത്ത് വെള്ളം ശരിക്കും തിളപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതാ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഈസി പണിയാണെന്ന് മാത്രമേ